എൻ്റെ 1-2 പടങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യാൻ കോർട്ടിൽ പോയിട്ട് കോർട്ട് കേസസ് കണ്ടിട്ടുണ്ട്. അതിൽ DNA റിപ്പോർട്ട് എല്ലാം തെറ്റാണ്. ജഡ്ജിനറിയാം ഇറ്റ് ഈസ് മാറ്റി വെച്ചതാണെന്ന് അറിയാം. പക്ഷെ ജഡ്ജിന് പറയാൻ പറ്റില്ലല്ലോ. അവർക്കായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയുള്ള ഷോൾഡേഴ്സിലാണ്. അതിൻ്റെ ഒരു മൂർത്തിമത്തായിട്ടുള്ള ഭാവമായിട്ട് ഞാൻ കരുതുന്നത് അത് ശരിക്കും നടന്നില്ലെങ്കിലും അതിൽ കൂടി നമുക്ക് കടന്നു പോകുന്ന അനുഭവം തരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. എഴുത്തും വേണം, അത് ക്യാരക്ടർ ഭംഗിയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നു. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ ട്രിഗർ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് സിനിമയായിട്ട് എടുക്കണോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയാതെ പോയി, അങ്ങനെ എന്ത് ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് രേവതി മാം മാറുക. ഞങ്ങളൊക്കെ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചു. ഞാനൊരു 4-5 സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഓരോ സിനിമ കഴിഞ്ഞിട്ട് കോളേജ് പോട്ടെ. അമ്മ പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ഗോ ബാക്ക് ടു കോളേജ്. അമ്മ ലെറ്റ് മീ ട്രൈ വൺ മോർ. എന്ത് ചെയ്തിട്ടാണെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്താ ചെയ്തതെന്ന്. പക്ഷെ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം നമ്മൾ കൊടുക്കണ്ട.